നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. BJP സംസ്ഥാനത്ത് നോട്ടമിട്ടിരിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. മുൻ സമയങ്ങളിലൊക്കെ വിജയിച്ചു എന്ന ഒരു വക്കിൽ വരെ എത്തി, വിജയാഹ്ലാദത്തിലേക്ക് വരെ ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ്. പാർട്ടി ഓഫീസുകളിൽ നിന്ന് കൊടിയുമായി അണികൾ തെരുവിലേക്ക് വരെ ആഹ്ലാദ പ്രകടനം നടത്താൻ ഇറങ്ങി. പക്ഷേ അവിടെ ഈ തീരദേശത്തെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് ശശി തരൂരിന് അനുകൂലമായി മാറിയത്. പക്ഷേ തരൂരിനെ ഒന്ന് വിറപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് 2014 ഒ രാജഗോപാലിന്. അന്ന് ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു തരൂരിന് ഉണ്ടായിരുന്നത്. ഇക്കുറി 4ാം തവണയാണ് ശശി തരൂർ മത്സരിക്കാൻ ഇറങ്ങുന്നത്. എന്തായാലും UDFിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് അഭിപ്രായ ഭേദം ഒന്നും തന്നെയില്ല. എന്തായാലും അങ്ങനെ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ ഇറക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ദേശീയ നേതാക്കളിൽ ധാരണയായിട്ടുണ്ട്. പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. നടൻ കൃഷ്ണകുമാർ, രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ ജയശങ്കർ, ഒടുവിൽ വന്നിട്ട് എസ് സോമനാഥ് ISRO ചെയർമാൻ. ആ പേരുകളൊക്കെ തന്നെ ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നു. ഇപ്പോഴിതാ ഏതാണ്ടൊരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിർമ്മല സീതാരാമനെ തന്നെ ഇറക്കാനായിട്ട് തരൂരിനെ പിടിച്ചു കെട്ടണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അക്കാദമിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരാൾ വേണം. തിരുവനന്തപുരത്ത് വമ്പന്മാരെല്ലാം ഏറ്റുമുട്ടിയിട്ടുള്ള ഇടമാണ്. രാഷ്ട്രീയ രാക്ഷസന്മാർ PKV, MN ഗോവിന്ദൻ നായർ, കരുണാകരന്, പന്നിയൻ രവീന്ദ്രന്, KV സുരേന്ദ്രനാഥ് അങ്ങനെ നീണ്ടുപോകുന്നു. വമ്പന്മാരെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയ കവി ONV തോൽവിയുടെ കയ്പ് നീരും അറിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അങ്ങനെയുള്ള ഇവിടെ ശശി തരൂർ നിൽക്കുന്നത് വളരെ ഔന്നത്യത്തിലാണ്. ആ ഔന്നത്യത്തിൽ നിൽക്കുന്ന തരൂരിനെ താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അതേ ലെവലിൽ ഏറ്റുമുട്ടാൻ പറ്റിയ ഒരാളെന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ തന്നെയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടക്കം BJP കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥി നിർണയ ചർച്ച സജീവമാക്കിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നടൻ സുരേഷ് ഗോപി തന്നെ മത്സരിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിൻ്റെ നേതൃത്വത്തിലാകും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. നിർമ്മല സീതാരാമന് വേണ്ടിയുള്ള പ്രാഥമിക വിവരശേഖരങ്ങൾ BJP ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട്. നിർമ്മലയ്ക്കായുള്ള മികച്ച പ്രതിച്ഛായ തിരുവനന്തപുരം തീരത്ത് തരംഗമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ കേരളത്തിലെ BJP നേതാക്കൾക്ക് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അടുത്ത മാസം 12-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുകയാണ്. കേരളത്തിലെ നേതാക്കൾക്ക് അമിത്ഷാ സ്ഥാനാർത്ഥിക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന സൂചനകൾ നൽകും. മത്സരിക്കണമെന്ന സന്ദേശം നിർമ്മലയ്ക്കും കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിൽ മത്സരിക്കാനും നിർമ്മലയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ട്. എന്നാൽ ഓഖി ദുരന്തകാലത്ത് തിരുവനന്തപുരം തീരത്തിൻ്റെ മനസ്സിൽ കയറിയ നിർമ്മല സീതാരാമനെയാണ് തിരുവനന്തപുരത്തെ മികച്ച സ്ഥാനാർത്ഥി എന്ന നിഗമനത്തിലാണ് കേന്ദ്ര നേതാക്കൾ. പാർട്ടിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ സുരേഷ് ഗോപിയും നിർമ്മലയും ഇടം പിടിക്കുമെന്നാണ് വിവരം.